അത് ഇവിടെ നടക്കത്തില്ല മോളെ. ഇവിടെ വോട്ടർമാർക്ക് കാശൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളല്ല ആരും തിരിയത്തില്ല. ഇവിടെ ജാതിക്കോ രാഷ്ട്രീയത്തിനോ ഒക്കെ അതീതമായിട്ടാ രമേശ് ചെന്നിത്തല. പൈസ കൊടുത്തും സ്വാധീനം നടക്കത്തില്ല, ആരും അത് അംഗീകരിക്കത്തില്ല ഇവിടെ. അതുപോലെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. എത്ര പൈസ നിരത്തി സ്വാധീനിച്ചാലും രമേശ് ചെന്നിത്തലയെ വിട്ടും ഹരിപ്പാട് നിൽക്കത്തില്ല. ഹരിപ്പാടിലെ ജനനായകൻ രമേശ് ചെന്നിത്തല തന്നെ. കിട്ടത്തില്ല, ഹരിപ്പാട് കിട്ടത്തില്ല, വേറെ സ്ഥലങ്ങളിൽ കിട്ടും. BJP അല്ല ഏത് സ്ഥാനാർത്ഥി വന്നാലും ഇവിടെ വിജയിക്കാൻ. പല രാഷ്ട്രീയമായ പല ലക്ഷ്യങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വയ്ക്കും. നമുക്കൊരു പാർട്ടിയെ അധിക്ഷേപിക്കുന്നതിലൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള ആളല്ല. എങ്കിലും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കൊണ്ടുവന്ന വികസന പ്രക്രിയകൾ എല്ലാ ജനങ്ങൾക്കും, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിൽ ഈ വർഗീയതയൊന്നും കാര്യമായിട്ട് ബാധിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തൃശ്ശൂര് ദേവന്റെ ഗറഫില് കിറ്റ് കൊടുത്തിട്ട് BJP വോട്ട് പിടിക്കുന്നതായിട്ട് പറഞ്ഞു. ഇവിടെ വർഗീയ ധ്രുവീകരണം BJP ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. കാരണം ഇവിടെ സാമുദായിക ഏകീകരണം നടത്തിക്കൊണ്ട് വോട്ട് മറിക്കാനുള്ള ഒരു സ്ഥിതി BJP നടത്തുന്നു എന്നുള്ളത് സത്യമാണ്. BJPയും അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടികളും പണത്തിൻ്റെ സ്വാധീനം പലപ്പോഴും കാണിക്കുന്നുണ്ട്. ഈ പണത്തിൻ്റെ സ്വാധീനം എത്ര തന്നെ ഹരിപ്പാട് ഒഴുക്കിയാലും ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ കവച്ചു വെച്ച് ഒരു സ്ഥാനാർത്ഥി മുൻപോട്ട് പോകത്തില്ല. കാരണം ഈ പണാധിപത്യത്തെക്കാൾ അപ്പുറം നാട്ടിലെ നന്മ ചെയ്യുന്ന, അല്ലെങ്കിൽ നാട്ടിലെ ഏതൊരു കുഞ്ഞിനെയും പേരെടുത്ത് വിളിക്കാൻ തക്ക അറിവുള്ള, അല്ലെങ്കിൽ അതുപോലെ ആ മനുഷ്യനോട് പരിചയമുള്ള ഒരു MLA ആണ് രമേശ് ചെന്നിത്തല. അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. രമേശിന് അങ്ങനെയുള്ള യാതൊരു അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം വിജയിക്കും. ഹരിപ്പാട് പണം നൽകുകയെന്ന് വെച്ചാൽ ഒരു വാർഡിൽ ഒരു കുറഞ്ഞ പക്ഷേ ഒരു 50,000 രൂപയുടെ പോസ്റ്ററുകൾ ഓരോ മുക്കിനും മൂലയ്ക്ക് കൊണ്ടുവച്ച് ഓരോ വീട്ടിലും കൊണ്ടുവച്ചിരിക്കുകയാണ് ഓരോ കട്ടോട്ടറുകൾ. ഇതൊന്നും കാണാൻ പോലും ജനത്തിന് സാധിക്കാൻ വയ്യാത്ത രീതിയാണ്. പണം ഒഴുക്കട്ടെ, കള്ളപ്പണം കാണും ഒഴുക്കാൻ, അല്ലാതെ എന്ത് ഈ ഭാഗത്തൊക്കെ ഉള്ള വോട്ട് കിട്ടും. ഇവിടങ്ങളിലെ എല്ലാ കംപ്ലീറ്റ് വോട്ടുകൾ കിട്ടും. BJPയുടെ പ്രവർത്തനം വർഗീയമായി ചിന്തിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. വർഗീയമായിട്ട് പല രീതികളിൽ, കാരണം നിങ്ങൾക്ക് വീട് തരാം, കക്കൂസ് തരാം എന്നും പറഞ്ഞുകൊണ്ട് BJP വളരെ ശക്തമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. സത്യമാണെങ്കിലും അല്ലെങ്കിലും ഹരിപ്പാട്ടെ ജനങ്ങൾ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നതല്ല. രമേശ് ചെന്നിത്തല എന്ന വ്യക്തിക്ക് അതിലും ഇട്ടുകൂടാവുന്ന പല ബന്ധങ്ങളുമുണ്ട്. അദ്ദേഹത്തിന് നാളെ കൊണ്ടുവന്ന് പൈസ മുടക്കിയെന്ന് പറയുന്നത് ശരിയാണോ? രമേശ് ചെന്നിത്തല എന്ന വ്യക്തിയെ നോക്കി വോട്ട് കുത്തുന്നവരാണ് ജനങ്ങൾ, പൈസയെ നോക്കി കുത്തുന്നവരല്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നവനാണ് ജനപ്രതിനിധി. പൈസ ഇട്ട് വാരി എറിയുന്നതല്ല വോട്ട്. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഹരിപ്പാടുകാരൻ എന്നുള്ള നിലയിൽ സംസാരിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും ബാക്കിയുള്ള കാൻഡിഡേറ്റുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നോക്കുമ്പോൾ, ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചരണം വെച്ച് നോക്കുമ്പോൾ BJP കാൻഡിഡേറ്റ് പൈസ ചെലവാക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ സംശയം. അതിനകത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും ത്രിതല പഞ്ചായത്ത് നടന്നതിലാണെങ്കിലും പല വാർഡുകളിലും നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹരിപ്പാട്ട് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസയുടെ കളി നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഉണ്ട്. അപ്പം എനിക്ക് അനുഭവമുണ്ട്. ഞങ്ങളുടെ അയലത്തെല്ലാം വന്ന് അങ്ങനെ പൈസ കൊടുത്തിട്ട് അവരെ കൺവിൻസ് ചെയ്ത് വോട്ട് പിടിക്കാൻ വേണ്ടി. അത് 100% ശരിയാണ്. കാരണം ഇന്ന് വരെ ഇല്ലാത്ത, കാരണം ഇതിനിപ്പം ഇപ്പോഴത്തെ കോൺഗ്രസ്സിന് വലിയ സാമ്പത്തികമില്ല, അതിൻ്റെതായ ചില കുറവുകളും കൂടുതലും ഒക്കെ കാണും. പക്ഷെ അവർ അതല്ല കാണിക്കുന്നത്. ആളുകളെ പ്രകമ്പം കൊള്ളിച്ചിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഇത് തിരുത്തിയിട്ട് അവർക്ക് ഒരു അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു മോഹം മാത്രമാണ് അവരെ കൊണ്ട് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാമ്പത്തികത്തിൻ്റെ ഒഴുക്ക് അവർക്ക് ധാരാളമുണ്ട്. പിന്നെ അതിന് തന്നെ മറ്റൊരു കാര്യം പറയാണ്ട്, രമേശ് ചെന്നിത്തലയെ ഒരു തരം താഴ്ത്തിക്കെട്ടിക്കൊണ്ട് വ്യക്തിപരമായിട്ട് തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ ചില സ്ഥാനാർത്ഥികൾ ഇവിടെ പ്രചാരണം അഴിച്ചുവിടുന്നുണ്ട്. അതിലൊക്കെ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ സംഭവിച്ച അതൊരു വർഗീയമായിട്ട് വോട്ട് പിടിക്കാൻ നടക്കുന്നുണ്ട്. അതൊന്നും വില പോകത്തൊന്നുമില്ല. രമേശ് ചെന്നിത്തലയെ അയക്കത്തുള്ളൂ. BJP പല മേഖലകളിലും കള്ളപ്രചരണങ്ങൾ, ഹരിപ്പാട് വികസനം ഉണ്ടായിട്ടില്ലെന്നും അതോടൊപ്പം തന്നെ പല മേഖലകളിലും ജനങ്ങൾക്ക് പൈസ കൊടുത്ത് നമ്മൾ പല ആളുകളുടെ നമ്മൾ കേട്ട് അറിവാണ്, നമ്മൾ കണ്ടിട്ടില്ല, കേട്ടറിവിലാണ്. പല വീടുകളിലും പണം കൊടുത്ത് വോട്ട് മേടിക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ട് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹരിപ്പാടിനെ, രമേശ് ചെന്നിത്തലയെ എങ്ങനെയും തോൽപ്പിക്കാൻ വേണ്ടി ഏത് വിധത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കാനാണ് അവർ നോക്കുന്നത്. എന്നാലൊന്നും രമേശ് ചെന്നിത്തല അതിനൊന്നും അടിയറ വെക്കുന്ന ആളല്ല. വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ച് മുന്നോട്ട് വരും. അല്ല, അതിന് ഒരുപാട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നടന്നിട്ട് ആൾക്കാർ, കോൺഗ്രസിന് നടന്ന ആൾക്കാർ പോലും ഇപ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു. ഇപ്പോൾ നമ്മുടെ അമിത്ഷാ വരുന്നു പറഞ്ഞുകൊണ്ട്
ഈ നമ്മുടെ തിരുവനന്തപുരം മുതൽ ഏതാണ്ട് തൃശ്ശൂർ വരെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മോദി വന്നെന്നും പറഞ്ഞുകൊണ്ട് മൊത്തം ചെങ്ങന്നൂർ മുതൽ തിരുവല്ല വരെ മൊത്തം റോഡ് ബ്ലോക്കാക്കി. ചങ്ങനാശ്ശേരി മുതൽ തിരുവല്ല വരെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തു നിന്നും വന്ന ആൾക്കാർ, അവിടെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി അവർ 4 മണിക്കും പൈസ ചിലവാതി ആൾക്കാർ വരത്തില്ല എന്നുള്ളതാണ്.